ഹായ് ഫ്രണ്ട്സ്, ഇന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കുഴക്കട്ടയാണ്. ഇങ്ങനെയല്ല നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്ത് ഒന്ന് രണ്ട് ഏലക്ക ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉരുക്കി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മാവ് കുഴയ്ക്കാം. അതിനായിട്ട് അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഞാനതങ്ങ് മിക്സ് ചെയ്തെടുക്കുവാണേ. അങ്ങനെ മിക്സ് ചെയ്ത ശേഷം അത് നമുക്കൊന്ന് കുറച്ചൊന്ന് തണുത്ത് വരട്ടെ, മാറ്റി വെക്കാം. അതിന് അന്നേരത്തേക്ക് നമ്മുടെ ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കുവാണ്. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ അരിപ്പൊടി കുഴച്ച് തണുത്ത് വെച്ചിട്ടുണ്ട്. കയ്യിൽ ഇച്ചിരി നെയ്യ് തടവിയിട്ട് അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇച്ചിരി പൊടിയുടെ കുറവ് തോന്നിയപ്പോൾ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് വെച്ച് പൊടി ഇട്ടിട്ട് പിന്നെ ദാണ്ട ഒരു തവയിലേക്ക് നമ്മുടെ ശർക്കര പാനി ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള തേങ്ങാപ്പീരയും ഒരിച്ചിരി നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് വരട്ടിയെടുത്ത് നമ്മുടെ തേങ്ങ അതിനകത്തോട്ട് വെക്കാൻ പരുവത്തിൽ എടുത്ത് ആക്കുക. അപ്പം അതും ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടി വെച്ച മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഉണ്ടകളാക്കിയിട്ട് അതിന് നടുക്കൊരു ഹോളിട്ടിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് ഒരു പാത്രം പോലെ പരത്തിയെടുക്കാം. അതിനകത്തോട്ട് നമ്മുടെ ആ മിക്സ് വെക്കണ്ടേ തേങ്ങയുടെ, എന്നിട്ട് ഇനി അതിനകത്തോട്ട് നമ്മുടെ ആ മിക്സ് നിറച്ച് ഇതിനെ മൊത്തത്തിലൊന്ന് നമുക്ക് ആ മാവ് വെച്ച് തന്നെ, വേറെ മാവ് എടുക്കുന്നില്ല, ആ മാവ് തന്നെ സൈഡിലേക്ക് ആക്കിയിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനതെല്ലാം അങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുക. എന്നാലും ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ്ട് ഞാനതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തിളയ്ക്കാൻ. അതിലൊരു സ്റ്റീമർ പാത്രം വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ നമ്മുടെ ഉണ്ടകളെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിൽ ഇരുന്ന് വേവട്ടെ. വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അത് ദാണ്ട എടുക്കുവാണ്. നമ്മൾ സാധാരണ തേങ്ങയ്ക്കകത്ത് ശർക്കര ഇട്ട് ചെയ്യുന്നതിനേക്കാട്ടിലും ഒരുപാട് ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.